സൈഫ് യോഗാജണ്ടയിൽ തന്നെ ADGP വിഷയമില്ലായിരുന്നു. വർഗീസ് ജോർജ് പറഞ്ഞാണ് അത് ഉൾപ്പെടുത്തി. അവസാനമെങ്കിലും അക്കാര്യത്തിൽ ഒരു ചർച്ച വരുന്നു. മുഖ്യമന്ത്രി പതിവ് പല്ലവിയിൽ തന്നെ പിടിച്ചു നിൽക്കുന്നു. അങ്ങനെ യോഗം പിരിയുന്നു. എന്തുകൊണ്ടാണ് ADGP വിഷയം കാര്യമായ അജണ്ടയിൽ പോലും ഉൾപ്പെടുത്താതിരുന്നത്? എന്താണ് യോഗത്തിനകത്തുണ്ടായത് സൈഫ്? പിണറായി വിജയന് സ്വതസിദ്ധമായ ഒരു വാശിയുണ്ടല്ലോ. സാധാരണഗതിയിൽ നമ്മൾ കാണുന്നൊരു വാശിയുണ്ട്. എന്തെങ്കിലും ഒരു വിഷയം പൊതുസമൂഹത്തിലേക്ക് ഉയർന്നു വരികയും അതിൽ മാധ്യമങ്ങളടക്കം വിമർശനം ഉന്നയിക്കുകയും ചെയ്താൽ അതിനകത്ത് സ്വന്തം പ്രതിച്ഛായം, സർക്കാരിന്റെ പ്രതിച്ഛായം ബാധിച്ചാൽ പോലും ആ വിഷയത്തിൽ ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോകില്ല. ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് ആ നിലപാടെടുത്തിട്ട് മുന്നോട്ട് പോകാതെ താൻ ചെയ്തത് തെറ്റല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിലൊരു ഒരു രീതിയുണ്ട് എന്നൊരു പൊതുവിമർശനം പൊതുവെ നമ്മൾ ഉന്നയിക്കുന്നതല്ല, പൊതുവെ അങ്ങനെ ഒരു വിമർശനം രാഷ്ട്രീയ നിരീക്ഷകരോടക്കം ഭാഗത്ത് തന്നെ ഉണ്ടാകുന്നുണ്ട്. ഒരുപക്ഷെ പിണറായി വിജയൻ ഇത്തരത്തിലൊരു നിലപാടിൽ സ്വീകരിച്ചതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നായി നമുക്ക് വേണമെങ്കിൽ അതിനെ വിലയിരുത്താം. അതിനൊപ്പം തന്നെ തന്റെ വിശ്വസ്തനെ സംരക്ഷിച്ചു എന്ന ഒരു ധാരണ, അത് പൊതുസമൂഹത്തിന് മുന്നിൽ അയാൾക്ക് മുന്നിലും തനിക്ക് കഴിയാവുന്ന അത്ര താൻ സംരക്ഷണം ഒരുക്കി, എന്നിട്ടും തനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ മാറ്റേണ്ടി വന്നു എന്ന് വേണമെങ്കിൽ MR അജിത് കുമാറിനോട് പറയാൻ കഴിയുന്ന തരത്തിൽ ഒരു രാഷ്ട്രീയ സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു നിലപാടായിരിക്കും ഒരുപക്ഷെ പരിണിതപ്രജ്ഞനായ രാഷ്ട്രീയം ഗംഭീരമായി കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയന്റെ മനസ്സിലും ഉള്ളിലും ഉണ്ടായിരിക്കുക. എന്തായാലും വിവാദങ്ങൾ വലിയ രീതിയിൽ കത്തിപ്പടർന്നിട്ട് പോലും MR അജിത് കുമാറിനെതിരെ വിരൽ ചൂണ്ടാൻ വേണ്ടി പിണറായി വിജയൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോ ഒരു അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, അത് DGP അന്വേഷിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പല വിഷയങ്ങളിൽ ഇങ്ങനൊരു നിലപാട് സ്വീകരിച്ചല്ല പല ഘട്ടങ്ങളിലും രാഷ്ട്രീയമായി അതിനെ നേരിട്ടിട്ടുള്ളത്. ഇപ്പോൾ DGP സെൻകുമാറുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ ഏതെങ്കിലും അന്വേഷണ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന്റെ മുന്നിലേക്ക് വന്നിട്ടല്ല പിണറായി വിജയൻ ആ നിലപാട് സ്വീകരിക്കുക. DGP സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തിയത് ഏതെങ്കിലും അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അല്ലായിരുന്നു. ഗവർണർ RSS നേതാവിന്, RSSന്റെ മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ഏതെങ്കിലും രഹസ്യാന്വേഷണ റിപ്പോർട്ടിന്റെയോ മറ്റോ അടിസ്ഥാനത്തിലല്ല CPM എന്ന പ്രസ്ഥാനം വിമർശനം ഉന്നയിച്ചത്. അത് വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ആ വിമർശനം ഉയർന്നു വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ വിവിധ തരത്തിലുള്ള തെളിവുകൾ പുറത്തു വരുന്നു, രഹസ്യാന്വേഷണ റിപ്പോർട്ട് ഉണ്ടാകുന്നു എന്ന കാര്യങ്ങളടക്കം പുറത്തു വരുന്നു. പിണറായി വിജയൻ പക്ഷേ അജിത് കുമാറിനെതിരെ വിരൽ ചൂണ്ടാൻ വേണ്ടി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ പോലും ചില വാചകങ്ങൾ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട വാചകം RSSനെ നേരിടാൻ വേണ്ടി ജീവൻ കൊടുത്ത പ്രസ്ഥാനമാണ് CPM എന്നുള്ളതായിരുന്നു അദ്ദേഹം. അങ്ങനെ ജീവൻ കൊടുത്ത പ്രസ്ഥാനം ഭരിക്കുന്ന കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള ADGP RSSന്റെ നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന ആരോപണം ഉയർന്നു വരുന്നു. ആ ആരോപണം ഉയർന്നു വരുന്നത് മുഖ്യമന്ത്രിക്കെതിരെ അടക്കമാണ്. മുഖ്യമന്ത്രി ചില കേസുകൾ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയാണ് എന്നുള്ള ആരോപണം ഉയർന്നത്. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനെ ആ ഗൗരവ സ്വഭാവത്തിൽ എടുത്തുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്നത് സ്വാഭാവികമായി സംസ്ഥാന സർക്കാരുകൾ ചെയ്യുന്ന കാര്യമല്ല. പക്ഷേ ഇവിടെ ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. അതിനുശേഷം ഈ 2023 മെയ് 22-ാം തീയതിയാണ് അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടക്കുന്നത്. 10 ദിവസത്തിന് ശേഷം 2023 ജൂൺ മാസം 2-ാം തീയതി തിരുവനന്തപുരത്ത് കോവളത്ത് വെച്ച് RSSന്റെ മറ്റൊരു പ്രധാനപ്പെട്ട നേതാവായ റാം മാധവനെ അദ്ദേഹം കാണുന്നുണ്ട്. അതെന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ RSS നേതാക്കളുമായി നിരന്തരമായ കൂടിക്കാഴ്ച നടത്തുന്നു. അതിനൊക്കെ അപ്പുറം വലിയ സമ്മർദ്ദം മുന്നണിക്കുള്ളിൽ നിന്ന് ഉയർന്നു വരുന്നു. അതിനെയും പിണറായി വിജയൻ മുന്നണി യോഗത്തിലടക്കം പ്രതിരോധിക്കുന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ കാണാൻ കഴിയുന്നത്. CP യോഗത്തിന് മുന്നോടിയായി തന്നെ ബിനോയ് വിശ്വം CPI ഇന്നത്തെ യോഗത്തിൽ എന്ത് നിലപാടെടുത്തു എന്നുള്ളതും ശ്രദ്ധേയമല്ലേ? ഇപ്പോൾ യോഗത്തിലേക്ക് കയറുന്നതിന് മുമ്പ് തന്റെ നിലപാട് തുറന്നു പറഞ്ഞ ബിനോയ് വിശ്വം, അതിനു മുമ്പ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മാഷെ കണ്ട് പാർട്ടിയുടെ അതൃപ്തി അറിയിച്ച ബിനോയ് വിശ്വം പക്ഷേ യോഗത്തിനകത്തെടുത്ത നിലപാടാണ് ശ്രദ്ധേയം. ആദ്യമായി ഈ ADGP RSS വിഷയം ആദ്യമായി യോഗത്തിൽ ഉന്നയിക്കുന്ന വർഗീസ് ജോർജ് ആണ്. വർഗീസ് ജോർജ് തന്നെയാണ് അത് വെളിപ്പെടുത്തിയതും. പിന്നെ അത് പിന്താങ്ങുകയാണ് ബിനോയ് വിശ്വം ചെയ്തത്. യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ മാധ്യമങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ മൈക്ക് വെച്ചപ്പോൾ അദ്ദേഹം ഒന്നും പ്രതികരിക്കാൻ തയ്യാറായില്ല. ബിനോയ് വിശ്വം ആകെ പ്രതികരിച്ചാവട്ടെ വർഗീസ് ജോർജും. എന്താണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്? CPI എല്ലാ ഘട്ടത്തിലും അങ്ങനെ ഒരു നിലപാട് പല വിഷയങ്ങളിലും സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കിക്കാണുകയാണ്. CPIക്ക് പറയാനുള്ള കാര്യങ്ങൾ അവൾ ആദ്യഘട്ടത്തിൽ പറയും, അത് പുറത്ത് പറയും, അതിന് മുന്നണിക്കുള്ളിൽ വന്ന് പറയും, പാർട്ടിക്കുള്ളിൽ പറയും. പക്ഷെ പിന്നീട് അവരത് പുറത്ത് പറയില്ല. മുന്നണിക്കുള്ളിൽ പറയുമ്പോൾ പിണറായി വിജയനെ ഇരുത്തിക്കൊണ്ട് അങ്ങനെ തീവ്രമായ സ്വഭാവത്തിൽ CPI കഴിഞ്ഞ കാലങ്ങളിലൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വസ്തുത. പക്ഷെ അവരുടെ പാർട്ടിക്കുള്ളിൽ കടുത്ത അതിർത്തി ഈ വിഷയത്തിൽ നേരിടുന്നുണ്ട്. ബിനോയ് വിശ്വം അടക്കമുള്ളവർ ഇതിനകത്ത് വിമർശന വിധേയരാകുന്നുണ്ട്. ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി അടിയന്തര യോഗം വിളിക്കണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ പല ഘട്ടങ്ങളിലും ഉയർന്നു വന്നു. വലിയ നിർബന്ധത്തിന് വഴങ്ങിയാണ്
ബിനോയ് വിശ്വം അന്ന് യോഗം വിളിച്ചു. അതിനുശേഷമാണ് പരസ്യമായ ഒരു പ്രതികരണത്തിലേക്ക് അദ്ദേഹം പോകുന്നത്. പ്രതികരിക്കുമ്പോൾ പോലും ഒന്നോ രണ്ടോ വാചകങ്ങൾ പറഞ്ഞ് ആ വിഷയം അദ്ദേഹം അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ കാണാറുള്ളത്. ഇന്ന് മുന്നണി യോഗത്തിൽ CPI ആണ് ആദ്യം പറയേണ്ട പ്രസ്ഥാനം. കാരണം രണ്ടാമത്തെ ഘടകകക്ഷി എന്ന് പറയുന്നത് CPI ആണ്. CPI അല്ല പറഞ്ഞത്, RJD ആണ് പറഞ്ഞത്. RJDക്ക് രാഷ്ട്രീയമായി അഭിപ്രായ വ്യത്യാസമുണ്ട് ഇടത് മുന്നണിയുടെ എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അവരെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നില്ല, അവർക്ക് ആവശ്യമായ പരിഗണന നൽകുന്നില്ല എന്നുള്ള വിമർശനങ്ങളൊക്കെ അവർ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി രാഷ്ട്രീയ ആർജവം അവർ കാണിക്കും. കാരണം മുന്നണി ഞങ്ങളെ അവഗണിക്കുന്നു, എന്നിട്ട് മുന്നണി ഈ രീതിയിൽ പോകുമ്പോൾ ഞങ്ങൾ ചോദിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് ചോദിക്കുക എന്നുള്ള സ്വാഭാവികമായ ചോദ്യം RJDയുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരും. അതുകൊണ്ടായിരിക്കും കുറച്ച് ആർജവത്തോടു കൂടി RJD ആ വിഷയത്തിൽ ഇടപെടുന്നത്. പക്ഷെ CPI ഈ വിഷയത്തെ ആദ്യം ഘട്ടത്തിൽ ഉയർത്താൻ അവകാശമുള്ള CPI ആ വിഷയത്തെ ആ രീതിയിൽ ഉയർത്തുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. മുന്നണിക്കുള്ളിൽ നടന്ന കാര്യങ്ങൾ ഉണ്ടാകും. അത് നമ്മൾ ഈ യോഗം ഇപ്പോൾ നിലവിൽ കഴിഞ്ഞതേ ഉള്ളൂ. നേതാക്കന്മാർ മറ്റും മാധ്യമപ്രവർത്തകർ പ്രതികരണം തേടുന്നതുകൊണ്ട് അവരെ വിവിധ ആൾക്കാരോട് സംസാരിച്ചുകൊണ്ടിരിക്കും, മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചു. എന്തായാലും അവിടെ സെക്കൻഡ് ബൈ സെക്കൻഡ് എന്താണ് നടന്നതെന്ന വിശദാംശങ്ങൾ നമുക്ക് അല്പസമയത്തിനകം തന്നെ നൽകാൻ കഴിയും. ആരൊക്കെ എന്തൊക്കെ വാചകങ്ങൾ പറഞ്ഞു എന്നടക്കമുള്ള വിശദാംശങ്ങൾ നമുക്ക് നൽകാൻ കഴിയും. ഒരു കാര്യം ഉറപ്പാണ്, ഒരു വാർത്താ സമ്മേളനം ഉണ്ടാവില്ലേ TPയുടെ? CPIയുടെ വാർത്താ സമ്മേളനം ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് തോന്നുന്നു. കാരണം മുന്നണി കൺവീനർ എന്ത് വാചകം പറഞ്ഞാണോ ഇതിനെ ലഘൂകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നമ്മൾ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. സാധാരണഗതിയിൽ EP ജയരാജൻ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹം മറ്റു ചില രാഷ്ട്രീയ വിഷയങ്ങൾ പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മേൽ കുതിര കയറിയാണ്. പക്ഷേ TP രാജൻ ഈ ഇടതുമുന്നണി കൺവീനർ സ്ഥാനം ഏറ്റെടുത്ത ശേഷം അദ്ദേഹം കൃത്യമായ നിലപാടുകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാറുണ്ട്. അത് ഈ ഇന്നത്തെ വാർത്താ സമ്മേളനം കഴിയുമ്പോൾ എന്തായാലും അറിയാം. എന്തായാലും പരസ്യമായി മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള നിലപാട് ഈ ഘട്ടത്തിൽ ഉണ്ടാവില്ല. കാരണം മുഖ്യമന്ത്രി പൂർണ്ണമായും തള്ളിപ്പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇടതുമുന്നണി ഒരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ സർക്കാരിന്റെ പൂർണ്ണ വിശ്വാസ്യതയെ അത് ബാധിക്കും. അതുകൊണ്ട് മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ളൊരു നിലപാട് ഉണ്ടാകില്ല. അതേസമയം തന്നെ അതൃപ്തി രേഖപ്പെടുത്തുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ, ചില വിശദാംശങ്ങൾ, ചില വാർത്തകളെല്ലാം വരും സമയങ്ങളിൽ എന്തായാലും പുറത്തു വരും. മുന്നണിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറി വിഷയം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പലരും പരസ്യമായി പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. മുഖ്യമന്ത്രിയുടെ നിലപാടിനോടും അതൃപ്തിയുള്ള ആൾക്കാരുണ്ട്. സേഫത്തെ തീർച്ചയായും മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വിശദീകരണത്തിൽ എത്ര കണ്ട് ഈ നേതാക്കളും ഘടകകക്ഷികളും തൃപ്തി അടയും എന്നുള്ളത് തന്നെയാണ് ചോദ്യം. ഈ യോഗാനന്തരം ഈ വിവാദങ്ങളുടെ, ഈ ആരോപണങ്ങളുടെ, അതിലെടുക്കേണ്ട സമീപനങ്ങളുടെ കാര്യത്തിൽ എന്താണ് അതിൻ്റെ ഭാവി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്നിപ്പോൾ യോഗാജണ്ടയിൽ പോലും ADGP RSS ബന്ധം, ഒപ്പം ADGPയെ ക്രമസമാധാന ചുമതലയിൽ നിന്നെങ്കിലും മാറ്റുന്ന വിഷയം അത് യോഗാജണ്ടയിൽ പോലും ഇല്ലായിരുന്നു എന്നാണ് വർഗീസ് ജോർജ് RJD നേതാവ് തന്നെ പറഞ്ഞത്. അദ്ദേഹം ഇടപെട്ടാണ് യോഗാജണ്ടയിൽ അത് ഉൾപ്പെടുത്തിയതും ആ വിഷയം തുറന്നു പറഞ്ഞതും. പിന്നീട് കാര്യത്തിൽ CPIയുടെ ഒരു പിന്തുണ RJDക്ക് ഉണ്ടാവുകയും ചെറിയ തോതിലും ഒരു ചർച്ച യോഗത്തിനകത്ത് ഉണ്ടാവുകയും, പക്ഷേ മുഖ്യമന്ത്രി അതിനകത്ത് അന്വേഷണം നടക്കുന്നുണ്ട്, അന്വേഷണം കഴിയട്ടെ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വിശദീകരണം നൽകുകയും അതോടുകൂടി യോഗം അവസാനിക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിയുടെ ആ വിശദീകരണത്തിൽ മാത്രം തൃപ്തിയടഞ്ഞ് നേതാക്കളെല്ലാം വീട്ടിലിരിക്കുമോ എന്നുള്ളൊരു ചോദ്യം ബാക്കിയാണ്. അക്കാര്യത്തിലാണ് ഇനി നമുക്ക് വ്യക്തത വരേണ്ടതും. സൈഫ് തുടരുന്നുണ്ട്. സൈഫ്, സ്വാഭാവികമായും LDF യോഗം കഴിഞ്ഞ് TP രാമകൃഷ്ണൻ്റെ വാർത്താ സമ്മേളനം നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. അതിപ്പോൾ വർഗീസ് ജോർജ് അക്കാര്യം പറഞ്ഞതുമാണ്, വാർത്താ സമ്മേളനം ഉണ്ടാകും, അതിൽ കൺവീനർ നിലപാട് പറയുമെന്ന്. പക്ഷെ അക്കാര്യത്തിലൊരു വ്യക്തതയില്ലാത്ത എന്തുകൊണ്ടാണ്? ഒപ്പം ഈ കൂടുതൽ നേതാക്കളുടെ പ്രതികരണത്തിന് നമുക്ക് സാധ്യതയുണ്ടോ? ഈ വിഷയത്തിൽ കൺവീനറുടെ വാർത്താ സമ്മേളനത്തിൽ തർക്കങ്ങളുണ്ടായ വിഷയം അറിയത്തില്ല. സാധാരണ ഇടതുമുന്നണി കൺവീനർമാർ വാർത്താ സമ്മേളനം നടക്കുമ്പോൾ യോഗത്തിനുള്ളിൽ എന്ത് നടക്കുന്നു എന്നൊരു വിശദാംശങ്ങളിലേക്ക് അവർ പോകാറില്ല. യോഗത്തിന്റെ തീരുമാനം എന്ത് എന്നുള്ളത് വിശദീകരിച്ചു പോവുക എന്നുള്ളതാണ് സാധാരണ ഇടതുമുന്നണിയുടെ ഒരു സ്വഭാവ രീതി. അതായത് മുന്നണിയിൽ തർക്കമുണ്ടായാൽ അതൊരു വാർത്താ സമ്മേളനത്തിൽ ഓൺ ചെയ്യില്ല. പക്ഷേ മുന്നണി തർക്കമുണ്ടായിട്ടുണ്ട്. ഇതിനോടകം തന്നെ RJDയുടെ നേതാവ് വർഗീസ് ജോർജ് പരസ്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് യോഗത്തിന്റെ അജണ്ടയിൽ ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ എത്രത്തോളം ഗൗരവത്തിലാണ് മുന്നണി നേതൃത്വവും CPM അതിനെ എടുത്തിട്ടുള്ളത്. അതിനെ അജണ്ടയിൽ പോലും ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അത് രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികൾ, അതായത് RJDയും CPIയും CPIMന്റെ സംസ്ഥാന സെക്രട്ടറിയെ നേരിട്ട് യോഗത്തിന് മുന്നോടിയായി കണ്ട് ഈ വിഷയത്തിന്റെ ഗൗരവ സ്വഭാവം അവർ ഈ MP ഗോവിന്ദന് മുന്നിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്നിട്ട് പോലും ഇത് യോഗത്തിന്റെ അജണ്ടയിൽ ഉൾപ്പെടുത്താതെ ലഘൂകരിക്കാൻ വേണ്ടിയുള്ള നീക്കം നടന്നു. ആർക്ക് വേണ്ടി എന്നുള്ള ചോദ്യം പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്നാൽ അതിന് മറുപടി പറയേണ്ട ബാധ്യത മുഖ്യമന്ത്രി പിണറായി വിജയനും CPMന്റെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദനുമാണ്. പക്ഷേ അത് അജണ്ടയിൽ വരുന്നില്ല. അജണ്ടയിൽ വരാതിരിക്കുന്ന വിഷയം വർഗീസ് ജോർജ് ഉന്നയിക്കുന്നു. വർഗീസ് ജോർജ് RJD എന്ന പാർട്ടി വിഷയം എന്തായാലും ഉന്നയിക്കണമെന്ന നിലപാട് സ്വീകരിച്ചിട്ട് വന്നിട്ടുള്ളതാണ്. അതിൽ പിന്നെ മറ്റു രാഷ്ട്രീയ കാര്യങ്ങളുണ്ട്. അത് സൈഫുദ്ദീന് മനസ്സിലാവുമല്ലോ. സ്വാഭാവികമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു രാഷ്ട്രീയ
തർക്കം ഇടതുമുന്നണി നേതൃത്വവുമായി CPIയുമായി അവർക്കുണ്ട്. എന്തായാലും അവർ വിഷയം ഉയർത്തുന്നുണ്ട്. കാരണം ഇടതുമുന്നണിയുടെ പ്രതിച്ഛായ ആകെ ബാധിക്കുന്ന വിഷയം ഈ ഇടതുമുന്നണിയുടെ വോട്ട് RSS കൊണ്ടുപോകുന്നു എന്ന് കണക്കുകൾ നോക്കുമ്പോൾ വ്യക്തമാകുന്ന സമയം അതിനിടയിൽ RSSന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവുമായിട്ട് ഇടതുമുന്നണി ഭരിക്കുന്ന സർക്കാരിന്റെ ഒരു പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ, അതും ആഭ്യന്തര വകുപ്പ് RSSന്റെ കയ്യിലാണെന്ന് പലതരത്തിലുള്ള വിമർശനങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്ന സമയത്ത് RSSന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവുമായി കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP കൂടിക്കാഴ്ച നടത്തി. ഒരാളുമായിട്ടുള്ള രണ്ടുപേരുമായി കൂടിക്കാഴ്ച നടത്തി എന്ന വിവരം പുറത്തു വരുമ്പോൾ അതിനെ ആ ഗൗരവ സ്വഭാവത്തിൽ കണ്ട് ആ ചർച്ചകളിലേക്ക് പോകാതെ അതിനകത്ത് നടപടി സ്വീകരിക്കാതിരിക്കുന്ന ആ വിഷയം അത് മുന്നണി യോഗത്തിന്റെ അജണ്ടയിൽ ഉൾപ്പെടുത്താതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മുന്നണിയോട് സ്നേഹമുള്ള അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളോട് സ്നേഹമുള്ള കേരള സംഘപരിവാർ വിരുദ്ധമായി നിൽക്കുന്ന മനസ്സുള്ള ആൾക്കാർക്ക് അത് ചർച്ച ചെയ്യണമെന്ന തോന്നലുണ്ടാകും എന്നൊരു വിലയിരുത്തൽ RJDക്ക് ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് അത് മുന്നണി യോഗത്തിൽ ഉന്നയിക്കാൻ വേണ്ടിയുള്ള തീരുമാനം അവർ എടുക്കുകയും മുന്നണി യോഗത്തിൽ ആ വിഷയം ഉന്നയിക്കുകയും ചെയ്തത്. അപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തെ ലഘൂകരിച്ചുകൊണ്ട് പറയുന്നത് DGP അത് അന്വേഷിക്കട്ടെ എന്നുള്ളതാണ്. DGPയുടെ റിപ്പോർട്ട് വരുമ്പോൾ ഇത് അതിന് വെള്ളപൂശമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കണം. എന്തായാലും സമ്മർദ്ദം പല കോണുകളിൽ നിന്ന് പിണറായി വിജയന് മുന്നിലേക്ക് വരുന്നുണ്ട്. എത്രത്തോളം പിണറായി വിജയൻ പിടിച്ചു നിൽക്കുമെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം.